സംഗീതത്തിൻ്റെ മണവാട്ടി എന്ന നിലയിൽ സിസ്റ്ററിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പ്രേക്ഷകർക്കായിട്ട് പാടാം. അമ്മയോട് എനിക്ക് എപ്പോഴും സ്വന്തം അമ്മയോട് ഉള്ളൊരു സ്നേഹബന്ധം എനിക്ക് എപ്പോഴും ഉണ്ട്. ദൈവവിളിയുടെ ആഴങ്ങളും സംഗീതം പ്രാർത്ഥനയായി മാറുന്ന അപൂർവ നിമിഷങ്ങളും. എൻ്റെ ഈശോയേ, എൻ്റെ സ്നേഹമേ, എൻ്റെ പ്രാണനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസ്തുതിയാണ് ജീവന്റെ സംഗീതം. സംഗീതം കൊണ്ട് ഈശോയെ ആരാധിക്കുകയും മധുരമായ ശബ്ദത്തിലൂടെ ആയിരങ്ങൾക്ക് ദൈവസ്നേഹം പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വ്യക്തിത്വത്തെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. പല ഭക്തിഗാന ആൽബങ്ങളിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കുകയും ഈണങ്ങളിൽ ഭക്തിയും വാക്കുകളിൽ പ്രാർത്ഥനയും കോർത്തിണക്കുകയും സംഗീതത്തെ ഒരു ദൈവ ശുശ്രൂഷയായി കാണുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ സൂസൻ എസേബിയസ് ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ദിവ്യകാരുണ്യമേ, സ്നേഹസ്വരൂപനെ, തിരുമുൻപിൽ നിൽക്കുന്നു നന്ദിയോടെ. തിരുനാഥനേശുവേ, തിരുവോസ്തിരൂപനേ. സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ എനിക്ക് പകർന്നു നൽകി സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് എന്നെ കൈപ്പിടിച്ചുയർത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥയാണ് സിസ്റ്റർ. സംഗീതത്തോടുള്ള അടങ്ങാത്ത സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള അടിയുറച്ച ഭക്തിയും നിറഞ്ഞ സിസ്റ്ററിൻ്റെ വിശുദ്ധമായ ജീവിത വഴികളിലൂടെയാണ് നാം ഇന്ന് യാത്ര ചെയ്യുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? ഞാനിപ്പോൾ തൊടുപുഴ ഡിവൈൻ മേഴ്സിയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒത്തിരി അവസരങ്ങൾ ലഭിക്കാറുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികളെയൊക്കെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. ഒരുപാട് നാളായിട്ട് എന്ന് തന്നെ പറയാം സിസ്റ്ററിനോട് ചോദിക്കണം എന്ന് ആഗ്രഹിച്ചൊരു ചോദ്യമാണ്. സംഗീതത്തിലേക്കുള്ള സിസ്റ്ററിൻ്റെ യാത്ര എങ്ങനെയാണ് ആരംഭിച്ചത്? സിസ്റ്റർ കൊച്ചിലെ പാട്ടൊക്കെ പാടുമായിരുന്നോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ പാട്ട് പാടാൻ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേച്ചിമാരെന്നെ പള്ളിയിൽ കുർബാനയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു പാടാനായിട്ട്. അപ്പോൾ പാട്ടൊക്കെ ഞാൻ പഠിച്ചിരുന്നത് ഞങ്ങളുടെ പള്ളിയിൽ പാടുന്ന 2 ചേച്ചിമാരുണ്ടായിരുന്നു. അവർ പാടുന്നത് കേട്ടാണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് പാട്ടെപ്പോഴാണ് തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല, കൊച്ചല്ലേ. അത് കാരണം ചേച്ചിമാർ റെഡി ആയിക്കോന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യം കാഴ്ചപ്പനും നേരാകുമ്പോഴത്തേക്കും ഞാൻ പാട്ട് തുടങ്ങാൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് കുർബാനയിൽ പാടാൻ തുടങ്ങിയത്. പിന്നെ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ പാട്ട് കുർബാനയ്ക്കൊക്കെ പാടി തുടങ്ങിയായിരുന്നു. ഈ സംഗീതം സിസ്റ്ററിൻ്റെ ദൈവവിളിയെ എങ്ങനെയാണ് കൂടുതൽ ആഴത്തിലാക്കിയത്? സിസ്റ്റർ പാടിയിരുന്ന ഭക്തിഗാനങ്ങൾ തന്നെയായിരുന്നോ സിസ്റ്ററിനെ ദൈവവിളിയിലേക്ക് പ്രോത്സാഹിപ്പിച്ചത്? തീർച്ചയായും എനിക്ക് ഭക്തിഗാനങ്ങൾ, ഈശോയുടെ പാട്ടുകൾ പാടാനായിരുന്നു കൂടുതൽ ഇഷ്ടം. സിനിമാ പാട്ടുകൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കേൾക്കുമെങ്കിലും ആരെങ്കിലും പാടാൻ പറഞ്ഞാൽ ഞാൻ ഈശോയുടെ പാട്ടുകളാണ് കൂടുതൽ പാടിയിരുന്നത്. ഞാൻ BA പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏഞ്ചൽ വോയിസിൽ, മൂവാറ്റുപുഴയുള്ള ഏഞ്ചൽ വോയിസിൽ പാടാൻ എനിക്കൊരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ ഗാനമേളയ്ക്കൊന്നും ഒരിക്കലും പോയിട്ടില്ല. എൻ്റെ അപ്പം പറയുമായിരുന്നു, ഗാനമേളയ്ക്കൊന്നും കൊച്ചു പാടാൻ പോകണ്ട, ഈശോയുടെ പാട്ടുകൾ മാത്രം പാടിയാൽ മതി, കുർബാനയ്ക്ക് മാത്രം പാടിയാൽ എന്ന് എൻ്റെ അപ്പം പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈശോയുടെ പാട്ടുകൾ മാത്രം പാടിയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്കിപ്പോൾ ദൈവവിളി ലഭിച്ചതും. ഈശോ എന്നെ സിനിമ പാട്ടുകൾ അധികം പാടാൻ അനുവദിക്കാതിരുന്നു. ഈശോയുടെ സ്വന്തമാക്കാൻ ഈശോ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സംഗീതം ഒരു പ്രാർത്ഥനയായി മാറുന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ടോ? അപ്രകാരമുള്ള ഏതെങ്കിലും ഒരു ഗാനം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് ആലപിക്കാമോ? എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഇതുപോലത്തെ പാട്ടുകളൊക്കെ എപ്പോഴും ഇങ്ങനെ പാട്ട് നടക്കാൻ എനിക്കിഷ്ടമായിരുന്നു. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം എങ്ങനെയാണ് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഉള്ളത്? പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗാനങ്ങളൊക്കെ ആലപിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? അവസരം കിട്ടിയിട്ടുണ്ട്. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS എഴുതി ട്യൂൺ ചെയ്ത ഒരു പാട്ട് പാടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഫാദർ സ്റ്റാൻലി കുന്നേൽ എഴുതി സിസ്റ്റർ മേരി ആക്കപ്പടിക്കൽ ട്യൂൺ ചെയ്തൊരു പാട്ട് പാടാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്.
സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ് സിസ്റ്റർക്ക് പറയാൻ സാധിക്കുന്നത്? ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ എപ്പോഴും ഞാൻ മാതാവിൻ്റെ മാധ്യസ്ഥ യാചിക്കാറുണ്ട്. എനിക്ക് കാര്യങ്ങളെല്ലാം സാധിക്കാറുണ്ട്. അമ്മയോട് എനിക്ക് എപ്പോഴും സ്വന്തം അമ്മയോട് ഉള്ളൊരു സ്നേഹബന്ധം എനിക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ തെരുവുടെ ഡിവൈൻ മേഴ്സി ജോലി ചെയ്യുന്നതുകൊണ്ട് മാതാവിനോട് കൂടുതൽ ഭക്തി എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു 4 വരി പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പാടാം. അമ്മേ അമലോത്ഭവയേ അമല മനോഹരിയായ മാതേ, അമ്മേ അമലോത്ഭവയേ അമല മനോഹരിയായ മാതേ, കനിവുള്ളൊരമ്മേ അലിവുള്ളൊരമ്മേ, അഴകാർന്ന സ്വർഗീയ രാജ്ഞി, കൃപ നിറയും ജപമാല രാജ്ഞി, അമ്മേ മരിയേ കേൾക്കേണമേ, യാചന കൈക്കൊള്ളണേ. സിസ്റ്റർ ഒരുപാട് വചനം പഠിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, അവസരത്തിനൊത്ത് വചനം പറഞ്ഞ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് ലഭിച്ചത്? ഞങ്ങളുടെ കോൺവെൻറ്റിൽ ഒരു ദിവസം CMCയിലെ സിസ്റ്റർ ലിസ്യു മരിയ എന്നൊരു സിസ്റ്റർ ക്ലാസ് എടുക്കാൻ വന്നു. ആ സിസ്റ്ററിന് വചനങ്ങളൊക്കെ ഒത്തിരി കാണാതെ അറിയായിരുന്നു. ഒരു ചാപ്റ്ററൊക്കെ മൊത്തം സിസ്റ്റർ കാണാതെ പറഞ്ഞപ്പോൾ ഞാൻ മണ്ടടിച്ചു പോയിട്ടുണ്ട്. അപ്പോഴെനിക്കും തോന്നി ഇതുപോലെ വചനം പഠിക്കണമെന്ന്. അങ്ങനെ ഞാൻ വചനം പഠിക്കാൻ ഇങ്ങനെ ഉത്സാഹിച്ച് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു വചനം പഠിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും. എന്നാൽ വീണ്ടും ഞാൻ അത് ഓടി വന്ന് പിന്നെയും തുറന്നു നോക്കും. അങ്ങനെ മടി കൂടാതെ ഞാൻ പല പ്രാവശ്യം, ചിലപ്പോൾ 100 പ്രാവശ്യം പറ്റി തുറന്നു നോക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ പിന്നോട്ട് മാറാതെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് വചനം പഠിക്കാൻ ഉത്സാഹിച്ചു. അങ്ങനെ വചനം പഠിച്ച് ഞാൻ 10 ചാപ്റ്റർ വരെ കാണാതെ പഠിച്ചിട്ട് ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ ഗവൺമെൻറ്റിൽ ഒരു ധ്യാന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10 ചാപ്റ്റർ നിർത്താതെ പറഞ്ഞു. അതിനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. അന്ന് ഞാൻ ഇച്ചിരി കൊച്ചായിരുന്നു, ഇച്ചിരി പ്രായം കുറവായിരുന്നു. ഇപ്പോൾ എനിക്കത്ര ഓർമ്മയൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ അത്യാവശ്യത്തിന് വചനങ്ങളൊക്കെ ആളുകൾ വന്ന് ഓരോ കാര്യങ്ങളായിട്ട് പറയുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള വചനം കൊടുക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോഴാണേലും ഭയങ്കര ടെൻഷനാണ്. ആദ്യം ഭയങ്കര ടെൻഷന്, ഭയങ്കര പേടിയൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു വചനം പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. പേടി മാറാനുള്ളൊരു നല്ല വചനമുണ്ട്. യേശയ്യ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈയോടെ ഞാൻ നിന്നെ താങ്ങി നിർത്തും. പിന്നെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഈശോ വലങ്കൈയോടെ നമ്മളെ താങ്ങി നിർത്തിയേക്കുക. അങ്ങനെ വചനം പറഞ്ഞ് നമ്മളെപ്പോഴും ശക്തി പ്രാപിക്കണം. സിസ്റ്ററിന് ഏറ്റവും ഇഷ്ടമുള്ള പരിശുദ്ധ അമ്മയോടുള്ള ഒരു ഗാനം ആലോചിക്കാമോ? തീർച്ചയായും. ശ്രീ എഡ്വിൻ കരുക്കമ്പള്ളി എഴുതി ട്യൂൺ ചെയ്തൊരു മാതാവിൻ്റെ നല്ലൊരു പാട്ടുണ്ട്. അത് കേട്ട വഴി എനിക്ക് വലിയ ഇഷ്ടമായി. അപ്പം തന്നെ ഞാൻ പഠിക്കുകയും ചെയ്തു. അത് ഞാൻ പാടാം. അമ്മേ അമ്മേ അമലേ കൂടെയുണ്ടാകണമേ, അമ്മേ അമ്മേ മരിയേ കൂട്ടായിരിക്കണമേ, അമ്മേ അമ്മേ അമലേ കൂടെയുണ്ടാകണമേ, അമ്മേ അമ്മേ മരിയേ കൂട്ടായിരിക്കണമേ. കരൾ പൊട്ടിക്കരയുമ്പോൾ, ഇടനെഞ്ചു വിങ്ങുമ്പോൾ, കണ്ണുനീരൊപ്പുവാൻ നീ വരണം. പ്രിയപുത്രനോടെനിക്കായി പ്രാർത്ഥിക്കണം. കരൾ പൊട്ടിക്കരയുമ്പോൾ, ഇടനെഞ്ചു വിങ്ങുമ്പോൾ, കണ്ണുനീരൊപ്പുവാൻ നീ വരണം. പ്രിയപുത്രനോടെനിക്കായി പ്രാർത്ഥിക്കണം. അമ്മേ അമ്മേ അമലേ
സിസ്റ്ററിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇഷ്ടം പാട്ടിലുടനീളം ഉണ്ടായിരുന്നു. സിസ്റ്ററിൻ്റെ ആ മധുരമായ ശബ്ദത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ മണവാട്ടി എന്ന നിലയിൽ സിസ്റ്ററിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പ്രേക്ഷകർക്കായിട്ട് പാടാമോ? ശ്രീ എഡ്വിൻ കരിക്കമ്പള്ളി എഴുതി ട്യൂൺ ചെയ്ത ഒരു പുതിയ പാട്ടുകേടി ഇറങ്ങിയതുണ്ട്. കരളിനുള്ളിൽ കുടിയിരിക്കും സ്നേഹമല്ല എൻ്റെ പൊന്നീശോ. കരളിനുള്ളിൽ കുടിയിരിക്കും സ്നേഹമല്ലേ എൻ്റെ പൊന്നീശോ. നെഞ്ചിനുള്ളിൽ കൂടുകൂട്ടും വെള്ളരിപ്രാവല്ലേ എൻ്റെ നാഥൻ. കരളിനുള്ളിൽ കുടിയിരിക്കും സ്നേഹമല്ലേ എൻ്റെ പൊന്നീശോ. നെഞ്ചിനുള്ളിൽ കൂടുകൂട്ടും വെള്ളരിപ്രാവല്ലേ എൻ്റെ നാഥൻ. ഓർമ്മകളിൽ തെളിഞ്ഞു കത്തും മൺചിരാതാണെൻ്റെ പൊന്നുകർത്തൻ. ഓർമ്മകളിൽ തെളിഞ്ഞു കത്തും മൺചിരാതാണെൻ്റെ പൊന്നുകർത്തൻ. ഓടിയെത്തി ചേർത്തു നിർത്തും കണ്ണീരൊപ്പും എൻ്റെ നാഥൻ. ഓടിയെത്തി ചേർത്തു നിർത്തും കണ്ണീരൊപ്പും എൻ്റെ നാഥൻ. എൻ്റെ ഈശോയേ, എൻ്റെ സ്നേഹമേ, എൻ്റെ പ്രാണനേ, എൻ്റെ ജീവനേ. എൻ്റെ ഈശോയേ, എൻ്റെ സ്നേഹമേ, എൻ്റെ പ്രാണനേ, എൻ്റെ ജീവനേ. ഒന്നു മാത്രം ഞാൻ പറയാം, നിന്നെ മാത്രം മതിനാഥ. ഒന്നു മാത്രം ഞാൻ പറയാം, നിന്നെ മാത്രം മതിനാഥ. വേറൊന്നും വേണ്ടേ, വേറാരും വേണ്ടേ എൻ്റെ ഈ നെഞ്ചിൽ രാജനായി. വേറൊന്നും വേണ്ടേ, വേറാരും വേണ്ടേ എൻ്റെ ഈ നെഞ്ചിൽ രാജനായി. കരളിനുള്ളിൽ കുടിയിരിക്കും സ്നേഹമല്ലേ എൻ്റെ പൊന്നീശോ. സിസ്റ്ററിൻ്റെ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുവാണ്. എങ്ങനെയാണ് ഇങ്ങനെ പാടാൻ സാധിക്കുന്നതെന്ന്. എനിക്ക് പണ്ടും ഒരുപാട് ഇഷ്ടമാണ് സിസ്റ്ററിൻ്റെ പാട്ടുകൾ. സിസ്റ്ററാണല്ലോ എന്നെ പാട്ട് പഠിപ്പിച്ചത്. ഇപ്പോൾ എനിക്ക് ആകെ എൻ്റെ മനസ്സിലെനിക്ക് ഓർമ്മ വരുന്നത് അന്ന് വീട്ടിൽ ഞാൻ കൊച്ചായിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വരികയും എന്നെ പാടിപ്പിച്ച് നോക്കുകയും പിന്നീട് എനിക്കിത് ഒരു വലിയ അനുഗ്രഹമാണ്, അംഗീകാരമാണ്. ദുഃഖ്രാന തിരുനാളിന് വാർഷികമായിരുന്നല്ലോ, അപ്പോൾ അന്ന് പാടാൻ സ്റ്റേജിൽ കയറ്റി എന്നെ പാടിച്ചതും എനിക്കതൊക്കെ ഇപ്പോൾ ഒരു ഭയങ്കര നല്ലൊരു ഓർമ്മകളാണ് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെയാണ് എനിക്ക് കുറച്ചെങ്കിലും പാടാനായിട്ടൊരു ധൈര്യം വരികയൊക്കെ ചെയ്തത്. അപ്പോൾ
ഈ അവസരത്തിൽ സിസ്റ്ററിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ലഭിച്ച ഈ അവസരത്തിന് ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ സമയം പോയതുപോലും ഞാൻ അറിഞ്ഞില്ല. സിസ്റ്ററിന് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു ഞാൻ.